ശ്രീമതി നിർമ്മല സീതാരാമൻ, നമ്മുടെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നു. അതായത് അത് പറയാന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കോടതി അലക്ഷ്യമായിട്ട് മാറുന്ന ഒരു പ്രസ്താവന തന്നെയാണ്. കാരണം ഈ രാജ്യത്ത് സുപ്രീം കോടതി ഒന്നുമല്ല എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരി 15-നാണ് സുപ്രീം കോടതിയുടെ ഒരു വിധി വരുന്നത്, പ്രഖ്യാപനം വന്നത്. അതായത് ഇലക്ട്രൽ ബോണ്ട് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള വിധി വന്നു. ഭരണഘടനാ വിരുദ്ധമായ ഒന്നാണ്, അത് നിയമവിരുദ്ധമാണ് എന്ന് നമ്മുടെ പരമോന്നത കോടതി, ഇന്ത്യയിലെ സുപ്രീം കോടതി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് ബൈൻഡിങ് ഓൺ ഓൾ ദ കോർട്ട്സ് ഇൻ ഇന്ത്യ എന്ന് പറയും. നമ്മുടെ 141 വകുപ്പ് അനുസരിച്ച്, ആർട്ടിക്കിൾ 141 വകുപ്പ് അനുസരിച്ച് പറയും. അത് പറഞ്ഞാൽ തന്നെ അതിനാണ് ആളുകൾ അത് യഥാർത്ഥത്തിൽ നിയമത്തിൻ്റെ തുല്യ പ്രാധാന്യമുള്ളതാണ്, പ്രാബല്യമുള്ളതാണ് അതിന്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിയമവിരുദ്ധമായ ഒന്നാണ് ഇത്, ജനങ്ങൾക്കറിയേണ്ട അവകാശം അത് നിഷേധിക്കുന്ന ഒന്നാണ്, ഇത് തെറ്റാണ്, നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തിരികെ കൊണ്ടുവരും എന്ന് പറയാനുള്ള ഒരു അഹന്ത കാണിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേകിച്ചൊരു മന്ത്രിക്ക് ഭൂഷണമാണോ എന്ന് ആലോചിക്കണം. മന്ത്രിയല്ല, ഇവിടുത്തെ ഒരു പൗരന് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. ഞങ്ങളത് തിരികെ കൊണ്ടുവരും എന്ന് ഒരു വെറും രാഷ്ട്രീയക്കാരന് പോലും പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം പറയുന്നത് തെറ്റാണ്, ജനങ്ങളെയും നമ്മുടെ നിയമത്തെയൊക്കെ, അതായത് നിയമത്തെ നോക്കുകുത്തിയാക്കി മാറ്റുന്ന ഒരു കാര്യമാണ്. അതൊരു മന്ത്രി പറയുക എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ട് അതിനകത്ത്. പിന്നെ നമുക്ക് കാണുമ്പോൾ ഒരുപാട് പ്രഖ്യാപനങ്ങളും ഒക്കെ അല്ലേ വരുന്നത്. ഇപ്പം ഇന്ത്യയിൽ ഇപ്പം വിളിച്ചു പറയും, ഇലക്ഷൻ ചോദ്യത്തിൻ്റെ കാര്യത്തിന് വിളിച്ചു പറയുമ്പോൾ ഇന്ത്യയിലെ ആകപ്പാടെ 40 കോടി ആളുകൾക്ക് ഭവനം നൽകി. എളുപ്പമുണ്ട് വിളിച്ചു പറയാൻ. ഈ കേരളത്തിൽ എത്ര കാക്കയുണ്ട്? മൊത്തം കോമൺ ക്രോ ഉണ്ടെന്ന് ഒരാൾ ഒരു കുസൃതി ചോദ്യം ചോദിച്ചാൽ, ഒരു മിടുക്കൻ്റെ അടുത്ത് ചോദിച്ചെന്നിരിക്കട്ടെ, അയാൾ പറയും 90,987 ഉണ്ടെന്ന് പറയും. 90,987 കാക്ക. അതെങ്ങനെ അറിഞ്ഞു? പോയി എണ്ണി നോക്ക്. അതിൽ കുറവ് കൂടുതലും ഉണ്ടെന്നുണ്ടെങ്കിൽ പറ എന്ന് പറയുന്നത് പോലാണ് ഇവിടെ ഈ കടലിൽ കായം കലക്കുന്ന പോലാണ് 40 കോടി ഭവനങ്ങൾ. 40 കോടി ഭവനം പോയിട്ട് 4 ഭവനം വെച്ചു കൊടുക്കുന്നത് നമ്മൾ കാണുന്നെങ്കിൽ നമുക്ക് വേണ്ടിയില്ല പറയാം. പണ്ട് കക്കൂസ് ഉണ്ടാക്കിയത് പോലാണത്. ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ വരുന്നതാണ്. മാത്രമല്ല, അതായത് ജനങ്ങളെ കൊള്ളയടിച്ചതാണ്, നമ്മുടെ ഇന്ത്യയെ കൊള്ളയടിച്ചതാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന പ്രസ്ഥാനം. അത് ഏത് രാഷ്ട്രീയക്കാർ വാങ്ങിയെടുത്താലും അത് തന്നെയാണ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരും വാങ്ങിയെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇന്ത്യക്ക് കിട്ടേണ്ട സ്വത്താണ്, ഇന്ത്യയിലെ ജനങ്ങളുടെ സ്വത്താണ് ഈ കൊള്ളയടിച്ചുകൊണ്ട് പോയേക്കുന്നത്. അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി കൊള്ളയടിച്ചുകൊണ്ട് പോയേക്കാണ്. ഈ സ്വത്തിനെ, ഈ സാധനം സുപ്രീം കോടതി ചെന്നപ്പോൾ സുപ്രീം കോടതി അത് മനസ്സിലാക്കി കൂലങ്കക്ഷമായി വിലയിരുത്തി നല്ല ഒരു ജഡ്ജ്മെന്റിലാണ് അത് വന്നേക്കുന്നത്. അതായത് നിയമവിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞു. ആ പറഞ്ഞ സാധനം വീണ്ടും തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സുപ്രീം കോടതി എന്ന് പറയുന്നത് വെറും പുല്ലാണ് എന്നൊരു ധാരണ ഉള്ളത് കൊണ്ടല്ലേ ഈ വിളിച്ചു പുലമ്പുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയൂ ആരെങ്കിലും? ചിന്തിക്കുക. ഇതേപോലെ ഭാരതത്തെ ആക്ഷേപിക്കുന്നതിന് തുല്യമായ പ്രസ്താവനകളാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെയും ഉള്ളുകളി ശരിക്കും മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക. അല്ലാതെ 80% സൗജന്യ റേഷൻ, 80 കോടിക്ക് സൗജന്യ റേഷൻ എന്ന് പറയുമ്പോൾ ഇത്രയും ചെയ്യുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാക്കുന്നതിന് പകരം അതിൻ്റെ അന്തരാർത്ഥം കൂടെ ഒന്ന് മനസ്സിലാക്കുക. കാരണം അത്രത്തോളം പട്ടിണി പാവങ്ങൾ ഇന്ത്യയിലുണ്ടെന്ന് തിരിച്ചറിയുക. പിന്നെ എങ്ങനെ നന്നാവും ഇന്ത്യ? എന്താണ് ഇന്ത്യക്ക് ഇവരൊക്കെ ചെയ്തേക്കുന്നത്? എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ജനങ്ങളൊന്ന് മനസ്സിലാക്കുക. അതായത് ശതകോടീശ്വരന്മാർ അവർ ഉയരത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യയുടെ സമ്പത്തെല്ലാം അവർ കൈക്കടക്കിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വജന പ്രീണനം നടത്തി അവരെ എല്ലാം വിലക്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് അവരെ മതി. ഈ 80 കോടി ജനങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞാലും എന്താ കുഴപ്പം? ഇവിടെ പട്ടിണി കിടക്കുന്നവന്മാർ ഇഷ്ടം പോലെ ഉണ്ടായിക്കോട്ടെ, തെണ്ടികളുള്ളതല്ലേ ഏറ്റവും നല്ലത്. ഈ കാഴ്ചപ്പാട് മാറ്റണം.